ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. വിവാദങ്ങളും വിമർശനങ്ങളും വിട്ടൊഴിയാതെ രേണു സുധിയുടെ പുറകെയാണ്. കൊല്ലം സുധിയുടെ മരണത്തിന് പിന്നാലെ അഭിനയ രംഗത്തേക്കും മറ്റും എത്തിയതോടെയായിരുന്നു രേണു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. പിന്നാലെ എന്തിനും ഏതിനും ട്രോളുകളും വിമർശനങ്ങളും ധാരാളമായി വന്നു. ഇവയോടൊന്നും ആദ്യമൊന്നും പ്രതികരിക്കാതിരുന്ന രേണു അടുത്തിടെ പ്രതികരിച്ചു തുടങ്ങി. ഇതും ഏറെ ശ്രദ്ധ നേടി. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുന്നതിനിടെ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലും രേണു സുധി എത്തി. 35 ദിവസങ്ങൾ പൂർത്തിയാക്കിയ രേണു ഒടുവിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഷോയിൽ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്തു. ബിഗ് ബോസിന് ശേഷം തന്റെ ആൽബം വർക്കുകളൊക്കെ ആയി മുന്നോട്ട് പോവുകയാണ് രേണു സുധി. ഇതിനിടെ ആദ്യമായി ഇന്റർനാഷണൽ യാത്രയും രേണു നടത്തി. ദുബായിലേക്കായിരുന്നു രേണുവിന്റെ യാത്ര. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ബാറിന്റെ പ്രൊമോഷൻ ഭാഗമായിട്ടാണ് താൻ വന്നതെന്നും രേണു പറയുന്നു. ഇതിനിടെ രേണു ബാറിൽ ഡാൻസ് കളിക്കാൻ പോയതാണെന്ന തരത്തിൽ കമന്റുകളും ട്രോളുകളും വന്നിരുന്നു. രേണു ഷെയർ ചെയ്തൊരു വീഡിയോ ആയിരുന്നു അതിന് കാരണവും. ഇപ്പോഴിതാ അതിന് വ്യക്തത വരുത്തിയും വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞും എത്തിയിരിക്കുകയാണ് രേണു സുധി. ഞാനിവിടെ ദുബായിൽ വന്നത് റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ പ്രൊമോഷന് വേണ്ടിയാണ്. എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണിത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് വിളിച്ചപ്പോൾ അത് ഭംഗിയായി ചെയ്തു. പിന്നെ ഡാൻസ് ചെയ്തത് ഫാമിലികളൊക്കെ ഉണ്ടായിരുന്ന വേളയിലാണ് ഞാൻ ഡാൻസ് ചെയ്തത്. അതിനെ ബാർ ഡാൻസ് എന്നൊക്കെയാണ് പലരും പരിഹസിച്ചത്. കേരളത്തിൽ നിന്നും ഇങ്ങോട്ട് ഞാൻ വന്നപ്പോൾ കുറെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതായി ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. എനിക്ക് അതിലൊന്നും ഒരു വിഷയവുമില്ല. കാരണം റീച്ചില്ലാത്ത കുറെ വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് പറയും. രേണു സുധിയാണല്ലോ റീച്ചിന്റെ ആള്. ഞാൻ വന്നത് പ്രൊമോഷന് വേണ്ടിയാണ്. ഞാൻ അത് ഭംഗിയായി ചെയ്തു. ഡാൻസ് കളിക്കുന്നത് അത്ര തെറ്റൊന്നുമല്ല എന്നായിരുന്നു രേണു സുധിയുടെ വാക്കുകൾ.